ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതം ചില സമയത്ത് നമ്മൾ അറിയാതെ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലങ്ങ് ഓടുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എങ്ങോട്ടാണ് ഈ പോക്ക് എന്നൊരു പിടിയുമില്ലാതെ ദിവസങ്ങളിങ്ങനെ ഒന്നൊന്നായി കടന്നു പോകുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആ കൺട്രോൾ എങ്ങനെ തിരിച്ചു പിടിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾ ശരിക്കും ഓട്ടോ പൈലറ്റിലാണോ ജീവിക്കുന്നത്? അതായത് നിങ്ങളെ ഓരോ ദിവസത്തെയും തീരുമാനങ്ങൾ നിങ്ങൾ തന്നെയാണോ എടുക്കുന്നത്? അതോ വെറുതെ ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോവുകയാണോ? ഈ ചോദ്യത്തിന് സത്യസന്ധമായ ഒരു ഉത്തരം കണ്ടെത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈയൊരു വാചകം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ, ശരിയല്ലേ? ഇന്ന് സ്ഥിരമായിട്ടുള്ള ഒരേ ഒരു കാര്യം മാറ്റം മാത്രമാണ്. നമ്മുടെ ചുറ്റും നോക്കിയാൽ മതി, പുതിയ ടെക്നോളജികൾ, മാറുന്ന ജോലി സാഹചര്യങ്ങൾ. അപ്പോൾ വ്യക്തിപരമായ വളർച്ച എന്ന് പറയുന്നത് വെറുമൊരു ഹോബിയല്ല. ഈ കാലത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ അത് അത്യാവശ്യമാണ്. ശരി, അപ്പോൾ എന്താണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന പ്രധാന പ്രശ്നം? അതാണ് ഈ ഓട്ടോ പൈലറ്റ് കെണി. ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ? നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ കെണിയിലാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പോലുമില്ല. ഇവിടെയാണ് ആ പ്രധാന വ്യത്യാസം വരുന്നത്. വെറുതെ പ്രതികരിക്കുന്നതും മുൻകൂട്ടി പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന്, ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നോ അതിനനുസരിച്ച് വെറുതെ ഒഴുകിപ്പോകുന്നു, ഒരു ലക്ഷ്യവുമില്ലാതെ കാറ്റിലൊഴുകുന്ന ഒരു തോണി പോലെ. മറ്റേത്, നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് നമ്മുടെ കയ്യിൽ തന്നെ എടുക്കുന്നു. ഇതിലേതാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇനി നമ്മൾ സാധാരണ വരുത്തുന്ന ചില തെറ്റുകൾ നോക്കാം. ഒരു ലക്ഷ്യവുമില്ലാതെ ദിവസങ്ങൾ തള്ളി നീക്കുക. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും 100% പെർഫെക്ഷൻ വേണമെന്ന് വാശി പിടിക്കുക. നമ്മൾ ആരാണെന്നും നമ്മുടെ കഴിവെന്താണെന്നും ഒന്നും മനസ്സിലാക്കാതിരിക്കുക. പിന്നെ മാറ്റങ്ങളെ പേടിക്കുക. ഏറ്റവും കോമൺ ആയിട്ടുള്ളത്, വലിയ ലക്ഷ്യങ്ങളൊക്കെ വെച്ച് ഭയങ്കര ആവേശത്തിൽ തുടങ്ങും, പക്ഷേ 2 ദിവസം കഴിയുമ്പോഴെല്ലാം പഴയപടി. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ചോദ്യം ഇതാണ്: ഈ ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാം? അതിനൊരു വഴിയുണ്ട്. അതാണ് വളർച്ചയുടെ രൂപരേഖ എന്ന ആശയം. നമ്മുടെ ജീവിതമെന്ന യാത്രയ്ക്ക് ഒരു കോമ്പസ് പോലെ പ്രവർത്തിക്കുന്ന 4 പ്രധാനപ്പെട്ട തൂണുകൾ. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നത്. അതെ, വെറും 4 ആശയങ്ങൾ. കാണുമ്പോൾ വളരെ സിമ്പിളായി തോന്നുമെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ ദിശ മാറ്റാൻ കഴിവുള്ള വളരെ പവർഫുള്ളായ 4 അടിസ്ഥാന ശിലകളാണിത്. അതിലാദ്യത്തേതാണ് ലക്ഷ്യബോധം. അതായത് ഏതൊരു കാര്യം ചെയ്യുന്നതിനു മുൻപും എന്തിന് എന്ന് സ്വയം ചോദിക്കുക. ഒരു ഉദാഹരണം പറയാം. വെറുതെ ജിമ്മിൽ പോകുന്നു എന്ന് ചിന്തിക്കുന്നതും എൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനാണ് ഞാൻ ജിമ്മിൽ പോകുന്നത് എന്ന് ചിന്തിക്കുന്നതും തമ്മിൽ ആകാശവും ഭൂമിയും പോലത്തെ വ്യത്യാസമുണ്ട്. ആ എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മുടെ ഓരോ പ്രവൃത്തിക്കും ഒരു അർത്ഥം കൊടുക്കുന്നത്. രണ്ടാമത്തെ തൂൺ സ്വയം അവബോധം. സിമ്പിളായി പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെയുള്ളൊരു ധാരണ. നമ്മുടെ സ്ട്രെങ്ത് എന്താ, വീക്ക്നെസ് എന്താ, ഇതൊക്കെ സത്യസന്ധമായി തിരിച്ചറിയുക. ഒരു ക്രിക്കറ്റ് ബാറ്റ്സ്മാന് തൻ്റെ വീക്ക് പോയിന്റ് എവിടെയാണെന്ന് അറിയുന്നത് പോലെ. അത് അറിഞ്ഞാൽ മാത്രമല്ലേ മെച്ചപ്പെടുത്താൻ പറ്റൂ. മൂന്നാമത്തേത് അഡാപ്റ്റബിലിറ്റി. അതായത് മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള കഴിവ്. ഒരു വെല്ലുവിളി വരുമ്പോൾ അയ്യോ എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് തളർന്നിരിക്കാതെ ഓക്കെ, ഇതിൽ നിന്നും എനിക്കെന്ത് പഠിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരു മൈൻഡ് സെറ്റ്. അതാണ് ഗെയിം ചേഞ്ചർ. ഇനി നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണ് ഇൻ്റഗ്രേഷൻ. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെറുതെ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? ഇതിനെല്ലാം നമ്മുടെ ദിവസേനയുള്ള ശീലങ്ങളുടെ ഒരു ഭാഗമാക്കി മാറ്റണം. അപ്പം മാത്രമാണ് ഒരു യഥാർത്ഥ നിലനിൽക്കുന്ന മാറ്റമുണ്ടാവുക. ശരി, അപ്പോൾ ഈ 4 തൂണുകളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. കേൾക്കാനൊക്കെ കൊള്ളാം, പക്ഷേ ഇതൊക്കെ എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും? അതാണ് അടുത്ത ചോദ്യം, അല്ലേ? അതിനുള്ള ഉത്തരത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ പ്രാക്ടിക്കലായി തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം മനസ്സിലുറപ്പിക്കുക. പൂർണ്ണതയിലല്ല, പുരോഗതിയിൽ ശ്രദ്ധിക്കുക. അതായത് ഒറ്റ ദിവസം കൊണ്ടെല്ലാം ശരിയാക്കാൻ നോക്കരുത്. പകരം ഇന്നലത്തേക്കാൾ ഒരു ചെറിയ പടി മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുക. ഈ ഒരു ചിന്ത മതി. വളർച്ച എന്നത് ഒരു ഭാരമല്ലാതായി മാറും. ഇതാ നിങ്ങൾക്ക് ഇന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരു 5 സ്റ്റെപ്പ് ആക്ഷൻ പ്ലാൻ. 1. നിങ്ങളുടെ ജീവിതത്തിലെ ആ പ്രധാനപ്പെട്ട എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക. 2. വലിയ ലക്ഷ്യങ്ങളെ മൈക്രോ ഗോൾസാക്കി മാറ്റുക. അതായത് ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ. 3. എല്ലാ ദിവസവും സ്വയം വിലയിരുത്താൻ കുറച്ച് സമയം കണ്ടെത്തുക. 4. മറ്റുള്ളവരിൽ നിന്ന് ഫീഡ്ബാക്ക് ചോദിച്ചറിയുക, അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. പിന്നെ അവസാനമായി ഇതിനെയെല്ലാം ഒരു ശീലമാക്കി മാറ്റുക. ആ മൈക്രോ ഗോൾസിന്റെ ശക്തി എത്ര മാത്രമാണെന്ന് കാണിക്കാൻ ഇതാ ഒരു ഉദാഹരണം. ഒരു നോവൽ എഴുതണമെന്ന് ചിന്തിക്കുന്നത് ഒരു എവറസ്റ്റ് കീഴടക്കുന്ന പോലെ തോന്നാം, അല്ലേ? പക്ഷേ ഇന്നൊരു 15 മിനിറ്റ് എഴുതാം എന്ന് തീരുമാനിക്കുന്നതോ? അത് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള ഓരോ ചെറിയ ചുവടുകളും ചേർന്നാണ് അവസാനം ആ വലിയ മല കയറുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ എല്ലാം കാതൽ ഇതാണ്. ഒഴുക്കിനനുസരിച്ച് വെറുതെ ഒഴുകി നടക്കുന്നത് നിർത്തുക. പകരം നമ്മുടെ ജീവിതമെന്ന കപ്പലിൻ്റെ സ്റ്റിയറിംഗ് നമ്മുടെ കയ്യിലേക്ക് എടുക്കുക.
അതായത് ഈ വളർച്ചയുടെ രൂപരേഖ എന്നത് ഒരു കണ്ണാടി പോലെയാണ്. നമ്മളെ നമുക്ക് തന്നെ കാണിച്ചു തരുന്ന ഒന്ന്. അതോടൊപ്പം അതൊരു വഴികാട്ടി കൂടിയാണ്, ഒരു ടൂൾ കിറ്റാണ്. നമ്മുടെ ജീവിതത്തെ ശരിയായ ദിശയിൽ നയിക്കാൻ സഹായിക്കുന്ന ഒന്ന്. അപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് എൻ്റെ ഒരു ചോദ്യം, നാളെ ആകട്ടെ എന്ന് മാറ്റിവെക്കാതെ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ മാറ്റം, ഒരു മൈക്രോ ഷിഫ്റ്റ് എന്താണ്? ആലോചിച്ചു നോക്കൂ. കാരണം ഏറ്റവും വലിയ യാത്രകളും തുടങ്ങുന്നത് ഒരു ചെറിയ ചുവടുവെപ്പിൽ നിന്നാണ്.